ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ടുള്ള പാണ്ഡവന്മാരുടെ സംവാദം, നിരവധി പൗരാണിക ചരിത്ര കഥകൾ പറഞ്ഞുകൊണ്ട് ധർമ്മോപദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഉപദേശങ്ങളാണ് ഇതിൽ വരുന്നത്. അവിടെ മറ്റു പല കഥകളും മുമ്പ് പറഞ്ഞു. അതിനിടയിൽ ജയദ്രഥന്റെ ആക്രമണം ഉണ്ടായി. അതിനെ അതിജീവിച്ച് പാഞ്ചാലിയെ രക്ഷിച്ച് കൊണ്ടുവന്ന ശേഷം വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയുടെ അടുത്ത് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ വനവാസ ദുഃഖത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എന്തുകൊണ്ടാണ് തനിക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്? പാഞ്ചാലി, എൻ്റെ പത്നി പാഞ്ചാലി വേദിമധ്യാത് സമുത്ഥിത, അവൾ അഗ്നിയിൽ നിന്നും ജനിച്ചവളാണ്. അയോനിജയാണ്, മാതൃഗർഭത്തിൽ ജനിച്ചവളല്ല. അമ്മയില്ലാതെ അഗ്നിയിൽ നിന്നും ആ യജ്ഞത്തിൽ നിന്നും ഉണ്ടായ ഒരു ദേവകന്യകയാണ് എന്ന് പറയാം. മഹാഭാഗയാണ്. പക്ഷേ ദൈവവും കാലവും പ്രാരബ്ധവും നമ്മുടെ കാലവും അനുകൂലമല്ലാത്ത സന്ദർഭത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഒരു മൂഢബുദ്ധിയായ ജയദ്രഥന് എങ്ങനെ പാഞ്ചാലിയെ സ്പർശിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, പണ്ട് മഹാപരാക്രമിയും ഈശ്വര ചൈതന്യം തന്നെ ആയിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീരാമൻ, അദ്ദേഹത്തിന് പോലും തൻ്റെ പത്നിയായ സീതയെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്നിയെ രാവണൻ അനായാസം എടുത്തുയർത്തി കൊണ്ടുപോയി. ആ രാമൻ സുഗ്രീവാദി വാനരന്മാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് സീതയെ വീണ്ടെടുത്തത്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, കസ്മിൻ രാമകുലേ ജാത കിം വീര്യ കിം പരാക്രമ രാവണ കസ്യ പുത്രോവാ കിം വൈരം തസ്യ തേനഹ. രാമൻ ഏത് കുലത്തിൽ ജനിച്ചവനാണ്? എന്താണ് അദ്ദേഹത്തിൻ്റെ വീര്യം, പരാക്രമം? എങ്ങനെയുള്ള പരാക്രമമാണ് അദ്ദേഹത്തിനുള്ളത്? രാവണൻ ആരുടെ മകനാണ്? ഈ രാമനും രാവണനും തമ്മിൽ ഒരു ശത്രുത ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് ആ ഇതിഹാസ കഥ അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്, രാമായണ കഥയാണ് പറയുന്നത്. കുറേ അധ്യായങ്ങളായിട്ട് രാമായണ കഥ ഇവിടെ പറയുന്നു. വാൽമീകിയുടെ രാമായണത്തിൽ പറഞ്ഞ രാമായണ കഥയിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതിൻ്റെ പ്രധാന മൂലകഥയിലൊന്നും വ്യത്യാസമില്ലെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് രാമായണം ഞാനിവിടെ പറയുന്നത്. രാമായണം വായിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഈ രാമായണത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പ്രഭാഷണം വിരസമായിരിക്കും എന്നുള്ളത് കൊണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. എവിടെയൊക്കെ ഈ വാൽമീകി രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിലെ രാമായണം, വ്യാസന്റെ രാമായണം വ്യത്യസ്തമായിരിക്കുന്നു എന്ന കാര്യം എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ രാമായണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മാർക്കണ്ഡേയൻ പറയുന്നു, അജൻ എന്ന ഇക്ഷ്വാകു വംശരാജാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ദശരഥൻ. അദ്ദേഹത്തിന് 4 മക്കൾ. കൗസല്യ എന്ന പത്നിയിൽ രാമൻ, കൈകേയിയുടെ മകനായിട്ട് ഭരതൻ, സുമിത്രയുടെ മക്കളായിട്ട് ലക്ഷ്മണനും ശത്രുഘ്നനും. അതുപോലെ വിദേഹ രാജാവായിട്ടുള്ള ജനകന്റെ മകളായ സീത എങ്ങനെയുണ്ടായവളാണ്? യാം ചകാര സ്വയം ത്വഷ്ടാ രാമസ്യ മഹിഷീം പ്രിയാം. സാക്ഷാൽ ത്വഷ്ടാവ്, വിശ്വകർമാവ് എന്നും ത്വഷ്ടാവ് എന്നും പറയുന്ന ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള അദ്ദേഹമാണ് രാമന് പ്രിയപ്പെട്ടവളായിട്ടുള്ള സീതയെ സൃഷ്ടിച്ചത്. സീതയും അയോനിജയാണ് എന്ന് രാമായണം പറയുന്നുണ്ട്. രാവണൻ ആരാണ്? രാവണന്റെ പിതാമഹൻ, മുത്തച്ഛൻ ആരാണ്? ബ്രഹ്മാവ് തന്നെയാണ് എന്ന് പറയുന്നു. പുലസ്ത്യൻ എന്ന മഹർഷി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. ആ മാനസപുത്രനായ പുലസ്ത്യന് ഗൗഹു എന്ന് പേരുള്ള, ഗൗ എന്ന പശു എന്നൊരർത്ഥമുണ്ടെങ്കിലും ഇവിടെ ഒരു സ്ത്രീയുടെ പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗ എന്ന തൻ്റെ ഭാര്യയിൽ അദ്ദേഹത്തിന് വൈശ്രവണൻ എന്ന മകനുണ്ടായി. വൈശ്രവണൻ തൻ്റെ അച്ഛനെ സേവിക്കുന്നതിന് പകരം പിതാമഹനായ ബ്രഹ്മാവിനെയാണ് സേവിച്ചത്. അതുകൊണ്ട് കോപിച്ച പുലസ്ത്യൻ തൻ്റെ തന്നെ അർദ്ധശരീരം കൊണ്ട്, പകുതി ശരീരം കൊണ്ട് തൻ്റെ തന്നെ മറ്റൊരു സ്വരൂപത്തെ, ഒരു ദ്വിജനെ, ഒരു ബ്രാഹ്മണനെ സൃഷ്ടിച്ചു. അദ്ദേഹമാണ് വിശ്രവസ് എന്ന് പറയുന്ന തപസ്വിയായിട്ടുള്ള ബ്രാഹ്മണൻ. ഇത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. രാമായണത്തിൽ പുലസ്ത്യൻ്റെ മകൻ വിശ്രവസന്റെ മകൻ രാവണൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ വ്യത്യാസം ഇവിടെയുണ്ട്. ഈ
പുലസ്ത്യൻ തന്നെയാണ് വിശ്രവസായിട്ട് മാറിയത് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇപ്പൊ രാവണന്റെയും മറ്റും കഥ, രാക്ഷസന്മാരുടെ കഥ വാൽമീകി രാമായണത്തിൽ ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. അത് ഉത്തര രാമായണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തര രാമായണം വാൽമീകിയുടെ കൃതിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അതിൻ്റെ ചില രചനാ ശൈലിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് വാൽമീകി ഉത്തര രാമായണത്തിലെ നിരവധി കഥകൾ പ്രക്ഷിപ്തമായിട്ടും അത് വാൽമീകിയുടേതല്ല എന്നുള്ള അഭിപ്രായങ്ങളും ധാരാളമായിട്ടുണ്ട്. ഏതായാലും മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഒരു ചരിത്രബോധം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വിശ്വസനീയമായ രീതിയിലും കൂടുതൽ ഒരു യാഥാർത്ഥ്യത്തെ പറയുന്നതും എന്ന് പൊതുവെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ളത് കൊണ്ട് ഈ മഹാഭാരതത്തിൽ പറയുന്ന കഥകൾ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. അങ്ങനെ ഈ വിശ്രവസ് എന്ന് പറയുന്ന തൻ്റെ തന്നെ ശരീരാർത്ഥം കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം വൈശ്രവണന് ആരാണ്? തൻ്റെ അച്ഛന് തുല്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ വൈശ്രവണന് ബ്രഹ്മാവ് എന്തു ചെയ്തു? അദ്ദേഹത്തിന് തന്നെ ആശ്രയിച്ചത് കൊണ്ട് തൻ്റെ പൗത്രനായ വൈശ്രവണന് ധനേശത്വം, ധനത്തിൻ്റെ ആധിപത്യം, അമരത്വം നൽകി. മഹാദേവൻ ഈശാനനുമായിട്ടുള്ള മൈത്രി ബന്ധം കൊടുത്തു. ലങ്കയിൽ അദ്ദേഹത്തിന് ഒരു രാജധാനി പണി കഴിപ്പിച്ചു കൊടുത്ത് അതിൻ്റെ രാജാവാക്കി. പിന്നെ പുഷ്പകം എന്ന ദിവ്യമായ വിമാനം നൽകി. യക്ഷന്മാരുടെ ആധിപത്യം കൊടുത്തു. രാജരാജൻ എന്നുള്ള വിശേഷണവും കൊടുത്തു. അങ്ങനെ ആ പിതാമഹനെ സേവിച്ചതിൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടി. പുലസ്ത്യൻ തൻ്റെ അർദ്ധദേഹം കൊണ്ടുണ്ടാക്കിയ വിശ്രവസ് ഒരു തവണ വൈശ്രവണനെ ക്രോധത്തോടുകൂടി നിരീക്ഷിച്ചു. തൻ്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള ആ വിശ്രവസ് തന്നെ ക്രോധത്തോടെ നോക്കിയപ്പോൾ ഭയപ്പെട്ട വൈശ്രവണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി 3 രാക്ഷസികളെ സേവിക്കാൻ വേണ്ടി 3 രാക്ഷസികളെ നിയോഗിക്കുകയാണ്. അവരുടെ പേര് പുഷ്പോത്കട, രാഗ, മാലിനി എന്നിങ്ങനെയാണ്. വൈശ്രവണൻ എവിടെ? നരവാഹനൻ. മനുഷ്യന്മാർ ചുമന്ന് നടക്കുന്ന, മനുഷ്യന്മാർ പല്ലക്കൽ ചുമന്ന് നടക്കുന്നത് കൊണ്ടാകാം അദ്ദേഹത്തിന് നരവാഹനൻ എന്ന പേര് കൂടി ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്രവസനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് വൈശ്രവണൻ ഏർപ്പെടുത്തിയ 3 രാക്ഷസന്മാർ പുഷ്പോത്കട, രാഗ, മാലിനി, ഇവർ 3 പേരിലും വിശ്രവസ്തന് മക്കളുണ്ടായി. പുഷ്പോത്കടയുടെ മക്കളായിട്ട് രാവണനും കുംഭകർണനും ജനിച്ചു. മാലിനിയുടെ മകനായിട്ട് വിഭീഷണൻ ജനിച്ചു. രാഗ എന്ന രാക്ഷസിയിൽ ഇരട്ട കുട്ടികൾ ജനിച്ചു. ആ ഇരട്ട കുട്ടികളാണ് ഖരനും ശൂർപ്പണഖയും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് കിട്ടുന്ന പുതിയൊരു അറിവാണ്. ഇതിൽ രാവണ കുംഭകർണന്മാർ ബലേന അപ്രതിമവും, ശക്തി കൊണ്ട് അവർ അതുല്യരായിരുന്നു. വിഭീഷണൻ നല്ല സുന്ദരൻ, രൂപവാനായിരുന്നു. ധർമ്മഗോപ്ത, ധർമ്മത്തെ രക്ഷിക്കുന്നവനായിരുന്നു. രാവണൻ മൊഹോത്സാഹി, മഹാവീര്യൻ, മഹാസത്വപരാക്രമൻ എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. കുംഭകർണനാകട്ടെ ബലാധിക്യം കൊണ്ടാണ് അറിയപ്പെട്ടത്. മായാശക്തി ഉണ്ടായിരുന്നു, രൗദ്ര സ്വരൂപമായിരുന്നു. പിന്നെ ഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ ധനുഷി വിക്രാന്ത, ഈ വില്ല് പ്രയോഗിക്കുന്നതിൽ സാമർഥ്യമുള്ളവനായിരുന്നു. മനുഷ്യന്റെ പച്ച മാംസം കഴിക്കുന്നവനായിരുന്നു. ബ്രഹ്മദ്യുട്ട്, ബ്രാഹ്മണരെ വധിക്കുന്നവനായിരുന്നു. ശൂർപ്പണഖ എന്ന രാക്ഷസി സിദ്ധവിഘ്നകരി, സിദ്ധന്മാരെ ഉപദ്രവിക്കുന്നവളായിരുന്നു. രൗദ്രിയായിരുന്നു. സർവേ വേദവിധ ശൂരാഹ സർവേ സുചരിതവ്രതാഹ, എല്ലാവരും വേദം പഠിച്ചവരായിരുന്നു. വിശ്രവസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ കഠിന വ്രതങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗന്ധമാദനത്തിൽ അച്ഛൻ്റെ കൂടെ ഇവരൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ വൈശ്രവണൻ, സഹോദരനായ വൈശ്രവണൻ ആകാശത്തിൽ സഞ്ചരിക്കുന്നത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് സമൃദ്ധിയും ഐശ്വര്യവും കണ്ട് രാവണന് അമർഷമുണ്ടായി. രാവണൻ ഗന്ധമാദനം വിട്ട് തപസ്സിന് പോകുന്നു. ഏകപാദം, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വായുഭക്ഷണം ചെയ്തുകൊണ്ട് 1000 വർഷം പഞ്ചാഗ്നി മധ്യത്തിൽ അദ്ദേഹം തപസ് ചെയ്തു. കുംഭകർണനും ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ടും വ്രതം ധരിച്ചുകൊണ്ടും തപസ് ചെയ്തു. വിഭീഷണൻ ശീർണപർണാദികൾ, ഉണങ്ങിയ ഇലകൾ കഴിച്ചുകൊണ്ട് അദ്ദേഹവും തപസ് ചെയ്തു. ഖരനും ശൂർപ്പണഖയും ഈ തപസ് ചെയ്യുന്ന സഹോദരന്മാരെ പരിചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. തപസ്സിന്റെ മൂർധന്യാവസ്ഥയിൽ രാവണൻ തൻ്റെ ശിരസ് വെട്ടി അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടുള്ള തപസ്സായിരുന്നു. ശിരസ് വെട്ടി അഗ്നിയിൽ ഹോമിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വരം നൽകി അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, അമരത്വം ഒഴിച്ച് അങ്ങക്ക് എന്ത് വരവും ഞാൻ തരാം, ചോദിച്ചോളൂ. നഷ്ടപ്പെട്ട തലകൾ വീണ്ടും മുളച്ചു വരും, വൈരൂപ്യം വരികയില്ല, ശത്രുക്കളെയൊക്കെ ജയിക്കും, വേറെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. രാവണൻ പറഞ്ഞു,
ഗന്ധർവ ദേവാസുരതോ യക്ഷരാക്ഷസ യക്ഷരാക്ഷസതസ്തഥാ സർപ്പ കിന്നരഭൂതേഭ്യോ നമേ ഭൂയാത് പരാഭവ. ഗന്ധർവന്മാര്, ദേവന്മാര്, അസുരന്മാര്, യക്ഷന്മാര്, രാക്ഷസന്മാര്, സർപ്പങ്ങള്, കിന്നരന്മാര്, മറ്റു ജീവജാലങ്ങള്, ഇവരിൽ നിന്നും എനിക്ക് പരാജയം ഉണ്ടാകാൻ പാടില്ല, മരണം ഉണ്ടാകാൻ പാടില്ല എന്നാണ് രാവണൻ പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ബ്രഹ്മാവ് നീ പറഞ്ഞതൊക്കെ ശരിയാണ്. ഏതേ കീർത്തിതാ സർവേ നേഭ്യോസ്തി ഭയം തവ. നീ പറഞ്ഞ ആളുകളിൽ നിന്നൊന്നും നിനക്ക് ഭയമില്ല. ഹൃദേ മനുഷ്യാത് ഭദ്രം തേ തഥാ തദ്വിഹിതം മയാ. മനുഷ്യരൊഴിച്ചുള്ള മറ്റൊരു ജീവിയിൽ നിന്നും നിനക്ക് ഭയമുണ്ടാവുകയില്ല. ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെ രാവണൻ ആ വരം വാങ്ങി സന്തോഷത്തോടെ ചെന്നു. ധാരാളം മനുഷ്യരെ കടിച്ചു തിന്നുകൊണ്ട് അദ്ദേഹം സുഖമായി ജീവിച്ചു. തമോ ഗുണം കാരണം കുംഭകർണന്റെ വരം അല്പം അബദ്ധമായി പോയി. സവവ്രേ മഹതീ നിദ്രാം തമസാഗ്രസ്ത ചേതന. തമസ് കൊണ്ട് മൂടിയതുകൊണ്ട് അദ്ദേഹം മഹതീ നിദ്രാം, വലിയ ഉറക്കമാണ് വരമായിട്ട് വാങ്ങിയത്. അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. അതുപോലെ വിഭീഷണനോട് ബ്രഹ്മാവ് ചോദിച്ചു, എന്താണ് നിനക്ക് വരം വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, പരമാപദ്ഗതസ്യാപി നാധർമ്മേ മേ മതിർഭവേത് അശിക്ഷിതം ച ഭഗവൻ ബ്രഹ്മാസ്ത്രം പ്രതിഭാതുമേ. വലിയ ആപത്തിൽ പെട്ടുപോയാലും എനിക്ക് ധർമ്മത്തിലുള്ള എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകരുത്, ധർമ്മബോധം ഉണ്ടായിരിക്കണം. അതുപോലെ ആരും പഠിപ്പിക്കാതെ തന്നെ എനിക്ക് ബ്രഹ്മാസ്ത്രം എന്നിൽ പ്രകാശിക്കുകയും ചെയ്യണം. ചെറിയൊരു സ്വാർത്ഥം മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള ഒരു ധർമ്മബോധമാണ് അദ്ദേഹം വരമായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ബ്രഹ്മാവ് സന്തോഷിച്ചിട്ട് പറഞ്ഞു, വിഭീഷണനോട് പറഞ്ഞു, രാക്ഷസ യോനിയിൽ ജനിച്ചിട്ടും നീ അധർമ്മബുദ്ധിയെ സ്വീകരിക്കാത്തത് കൊണ്ട് നിനക്ക് ഞാൻ അമരത്വം നൽകാം എന്ന് പറയുകയാണ്. നമുക്ക് അതൊരു വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഘോരമായ തപസ് ചെയ്തിട്ടും രാവണന് ബ്രഹ്മാവ് അമരത്വം കൊടുത്തില്ല, മരിക്കാതിരിക്കാൻ വരം കൊടുത്തില്ല, കുംഭകർണന് കൊടുത്തില്ല. പക്ഷേ വിഭീഷണൻ ചോദിക്കാതെ തന്നെ അമരത്വം കൊടുത്തു. എന്തുകൊണ്ടാണ്? രാക്ഷസനായിട്ട് ജനിച്ചിട്ട് പോലും അദ്ദേഹം ധർമ്മം കൈവിടുകയില്ല, അതിനുള്ള വരമാണ് വാങ്ങിയത്. സ്വാർത്ഥബുദ്ധിയോട് കൂടിയിട്ടല്ല അദ്ദേഹം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് അദ്ദേഹത്തിന് ആ വൈശ്രവണന് കൊടുത്തതുപോലെ അമരത്വം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത് നല്ലൊരു സന്ദേശമാണ് ഇവിടെ തരുന്നത്. അങ്ങനെ വരം നേടിയ രാവണൻ ലങ്കയിൽ ചെന്ന് വൈശ്രവണനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു. ഗന്ധമാദനത്തിലേക്കാണ് വൈശ്രവണൻ ഓടി രക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവ്യ വിമാനമായ ആ പുഷ്പകവും രാവണൻ അപഹരിച്ചു. രാവണൻ പുഷ്പകം അപഹരിച്ച സമയത്ത് കുബേരൻ അദ്ദേഹത്തിന് ശാപം കൊടുത്തു, ഈ പുഷ്പക വിമാനം നിനക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല, നിന്നെ യുദ്ധത്തിൽ കൊല്ലുന്നവനാണ് ഇതിൽ സഞ്ചരിക്കുക, നിനക്ക് സഞ്ചരിക്കാൻ യോഗമില്ല, നീ വേഗത്തിൽ നശിക്കുകയും ചെയ്യും. യസ്തു ത്വാം സമരേ ഹന്ത തമേവൈതത് ഭവിഷ്യതി. അങ്ങനെ രാവണൻ അപഹരിച്ചുവെങ്കിലും ഈ പുഷ്പക വിമാനത്തിൽ ഒരിക്കൽ പോലും രാവണന് സഞ്ചരിക്കാൻ സാധിച്ചില്ല. അതിൽ പിന്നീട് സഞ്ചരിച്ചത് രാവണനെ വധിച്ച ശ്രീരാമൻ തന്നെയാണ് എന്ന് മഹാഭാരതം പറയുന്നതും നമുക്ക് അപൂർവമായ ഒരു അറിവാണ്. കുബേരൻ സദാചാരിയും ശ്രീയുതനുമായ ഐശ്വര്യസമൃദ്ധനായിട്ടുള്ള വിഭീഷണനെ യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും സേനയുടെ സേനാപതിയാക്കി വാഴിച്ചു. പിന്നീട് രാക്ഷസന്മാരും പുരുഷാതന്മാര് മനുഷ്യരെ തിന്നുന്നവരുമായിട്ട് ആളുകളും പിശാചുക്കളും ചേർന്ന് രാവണനെ ലങ്കയിൽ അഭിഷേകം ചെയ്ത് ലങ്കേശ്വരനാക്കി വാഴിച്ചു. രാവണൻ ലോകങ്ങളെല്ലാം കീഴടക്കി അവിടെയുള്ള ദിവ്യമായ അമൂല്യമായ രത്നങ്ങളൊക്കെ തന്നെ അപഹരിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് അങ്ങനെ സുഖമായി ജീവിച്ചു. രാവയാമാസ ലോകാൻ തസ്മാത് രാവണ ഉച്യതേ. ലോകങ്ങളെ മുഴുവൻ കരയിപ്പിച്ചത് കൊണ്ടാണ്, രാവണം ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം കരയിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം രാവണൻ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് പറഞ്ഞു. ദേവന്മാര് അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചു, രാവണനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, അവനെ നിങ്ങൾക്ക് ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല, പക്ഷെ അവൻ വധിക്കപ്പെടും. അവനെ വധിക്കാൻ വേണ്ടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവതരിച്ചു കൊള്ളും. നിങ്ങൾ ദേവന്മാര് ഋക്ഷികളിലും വാനരികളിലും ആയിട്ടുള്ള സ്ത്രീകൾ, ഋക്ഷി എന്ന് വെച്ചാൽ കരടി സ്ത്രീകൾ, വാനര സ്ത്രീകൾ, ഇവരിലൊക്കെ നിങ്ങൾ വീരന്മാരും കാമരൂപികളുമായ ധീരന്മാരായ പുത്രന്മാരെ ജനിപ്പിക്കുക, അവരൊക്കെ തന്നെ ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ദുന്ദുഭി എന്നു പേരുള്ള ഒരു ഗന്ധർവ സ്ത്രീ, രാക്ഷസിയല്ല കേട്ടോ, രാക്ഷസനല്ല, ദുന്ദുഭി എന്ന് പറയുന്ന ഗന്ധർവ സ്ത്രീയോട് ബ്രഹ്മാവ് പറഞ്ഞു, നീ ഭൂമിയിൽ മന്ധര എന്ന പേരിൽ ജനിക്കണം, ദേവന്മാരുടെ കാര്യം നടത്താൻ വേണ്ടി നീയാണ് നിയോഗിക്കപ്പെടുന്നത് എന്ന്
ബ്രഹ്മാവ് പറയുന്നു. അങ്ങനെ ആ ഗന്ധർവ സ്ത്രീയായ ദുന്ദുഭിയും ഒരു കുബ്ജയായിട്ട് കൂനിയായിട്ടുള്ള മന്ഥര എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ദാസിയായിട്ട് ഭൂമിയിൽ ജനിക്കുകയും ചെയ്തു. ഇന്ദ്രാദി ദേവന്മാരുടെ പുത്രന്മാരായിട്ട് വാനരർക്ഷ വരസ്ത്രേഷു ജനയാമാസുരാത്മജാൻ, അവർ വാനര വൃക്ഷ ജാതിയിൽപ്പെട്ട സ്ത്രീകളിൽ ധീരന്മാരായ പരാക്രമികളായ മക്കളെ ഉൽപ്പാദിപ്പിച്ചു. ഭേത്താരോ ഗിരിശൃംഗാണം ശാലതാലശിലായുധാഹ വജ്രസംഹരണാഹ സർവേ ചൗഘബലാസ്തഥാ. ഗിരിശൃംഗങ്ങളെയൊക്കെ തന്നെ അടർത്തിയെടുക്കാൻ സാധിക്കുന്നവർ, പൊട്ടിക്കാൻ സാധിക്കുന്നവർ, ശാലം താലം മുതലായിട്ടുള്ള വൃക്ഷങ്ങളെ ആയുധമാക്കുന്നവർ, ശിലകളെ ആയുധമാക്കുന്നവർ, വജ്രം പോലെ ഉറപ്പുള്ള ശരീരത്തോടു കൂടിയ ഒരു ബലമുള്ളവർ, എല്ലാവരും തന്നെ കാമവീര്യബല, ഇഷ്ടം പോലെ വീര്യം വർദ്ധിക്കുന്നവരും വലുപ്പം വർദ്ധിക്കുന്നവരും അതുപോലെ ചാടി സഞ്ചരിക്കാൻ സാധിക്കുന്നവരുമായ നല്ല യോദ്ധാക്കളായ പുത്രന്മാരാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അത് ഹനുമാനും ജാമ്പവാനും സുഗ്രീവനും നീലനും മൈന്ദനും ദ്വിവിധനും നളനും അങ്കദനും ഇവരൊക്കെ പെടും. ബാലി മുതലായിട്ട് ആളുകളൊക്കെ പെടും. അങ്ങനെ നിരവധി വാനരന്മാർ അതുപോലെ ജാമ്പവൻ മുതലായിട്ടുള്ള വൃക്ഷ വംശവും വൃക്ഷസേനയൊക്കെ ഉണ്ടായി. നാഗായുധ ബലപ്രാണാഹ, 10,000 ആനകളുടെ ശക്തി അവർക്കുണ്ടായിരുന്നു. വായുവേഗത്തിൽ സഞ്ചരിക്കുന്നവരായിരുന്നു. ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ കഴിയുന്നവരായിരുന്നു. മന്ഥരയെ പറഞ്ഞ് ഉപദേശിച്ച് വിട്ട ബ്രഹ്മാവ് മന്ഥരയെ കൊണ്ടൊരു കാര്യം നടത്തി. അവൾ ലോകത്തിൽ വൈരം ജനിപ്പിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറിയെന്നാണ്. ഇതാണ് രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ജനന കഥയായിട്ട് പറഞ്ഞത്. പിന്നീട് അയോധ്യയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലേക്ക് കടക്കുന്നു.